നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ആയോധന കലാ സൗന്ദര്യം മറ്റാരുമല്ല, ബാബു ആൻ്റണി. ബാബു ആൻ്റണിയെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ബാബു ആൻ്റണി, കുറേ കാലമായിട്ട് ബാബുവിന് എനിക്ക് ഈ കസേരയിൽ ഇരുത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. താങ്കളെപ്പോലൊരു പുലിയുടെ മുമ്പിൽ പെട്ട ഒരു ആട്ടിൻകുട്ടിയുടെ ഒരു പ്രതീതിയാണ് ഇപ്പോൾ എനിക്കുള്ളത്. താങ്കളുടെ ഫീൽഡിൽ 2-3 പുലികളുണ്ട്. ഇപ്പോൾ ഇത് ആൾക്കാർ കാണുമ്പോൾ എന്താ അറിയോ, ഒരു ആട്ടിൻകുട്ടി ഒരു പുലിയായിരിക്കും. തിരിച്ചിരിക്കുമല്ലേ? തിരിച്ചായി പോയി. ഞാനും അല്പം പെടിയില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ ആൾക്കാരോട് പറഞ്ഞു കസേര അല്പം മാറ്റിയിട്ടേക്കാം. എന്താ കാരണം വെച്ചാൽ കൈയൊന്ന് നീക്കി ഒരു ഇഷ്ടിക പൊട്ടിക്കുന്ന പോലെ എന്നെ ഇറങ്ങി ഒന്ന് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. കാലിന് നീളമുള്ളതുകൊണ്ട്. ബാബു സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ട് കഴിയും. എനിക്കൊന്ന് ബാബുവിൻ്റെ ഒരു ലൈഫ് സ്കെച്ച് കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ സിനിമയിലൊന്നും വരേണ്ട ആളല്ല, എവിടേക്കോ പോകേണ്ട ഒരാളാണ്. വഴുതെറ്റി സിനിമയിൽ വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. കാരണം ഞാൻ സിനിമ ഇപ്പം അഭിനയം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ സ്കൂളിലോ കോളേജുകളിലോ ഒരു സ്റ്റേജിലും ഞാൻ കയറിയിട്ടില്ല, അഭിനയിച്ചിട്ടില്ല. സ്റ്റേജിൽ കയറി ഒരു പാട്ട് പോലും പാടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കലാവാസനയുള്ളൊരു സംഭവം ഒന്നും അന്ന് ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം വരയ്ക്കുമായിരുന്നു. അപ്പം ആ ഒരു വരയിൽ നിന്ന് പ്രകൃതി ഭംഗി വരയ്ക്കുക, അതുപോലെ വരയിൽ നിന്ന് എനിക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് ഞാൻ അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്തു. ഫോട്ടോ ആകുമ്പോൾ കുറച്ചുകൂടെ കഷ്ടപ്പെടാതെ നമുക്ക് ഒപ്പിയെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ സിനിമാറ്റോഗ്രാഫിയിലേക്കൊരു കമ്പം വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പൂനെയിലെ സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ FTI തൊട്ടടുത്തായിരുന്നു. FTI തൊട്ടടുത്തായിരുന്നു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ ഞാൻ പോവുകയും അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അവരുടെ ഈ എന്താ പറയുക ഡിപ്ലോമ ഫിലിംസും ലൈറ്റിംഗ് എക്സസൈസ് അവിടെയൊക്കെ പോയിട്ട് തല കാണിച്ചോ? അവരുടെ ഈ ഡിപ്ലോമ ഫിലിംസ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ഒന്നും കൂടെ അല്പം റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ, കുടുംബം എന്ന് പറഞ്ഞാൽ പൊൻകുന്നം അല്ലേ? പൊൻകുന്നത്ത് നല്ല അവിടുത്തെ വിജയം എന്ന് പറയുന്ന കറൻസി നോട്ടിൻ്റെ എണ്ണലും അതിൻ്റെ കെട്ടിൻ്റെ വലിപ്പമാണ്. അതാണ് അവിടുത്തെ ആ സാഹചര്യം. റബ്ബർ, പിന്നെ അതിൻ്റെ കച്ചവടം, മലഞ്ചരക്ക് വ്യാപാരം, പിന്നെ മക്കളുടെ സക്സസ് ഉദ്ദേശിക്കുന്നത് മക്കളുടെ ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയാണ്, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ. പക്ഷേ അവിടെ നിന്ന് പെട്ടെന്ന് എവിടെയോ ഒരു വഴിത്തിരിവ്. അതാണ് ബാബുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വ്യതിയാനം. എവിടെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ എവിടെയോ കല ഉറങ്ങിക്കിടപ്പുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. വീട്ടിലുള്ളവരൊക്കെ നന്നായിട്ട് വരയ്ക്കുകയും സിസ്റ്റേഴ്സൊക്കെ അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ അഭിനയം എന്ന് പറയുന്നത് അവർക്കും ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. താങ്കൾ പറഞ്ഞതുപോലെ സിനിമയിൽ വഴിതെറ്റി വന്നതാണ്. ഒരുപക്ഷെ പൂണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സാമീപ്യം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ വേണേ സിനിമയിൽ വരില്ലായിരുന്നു. തീർച്ചയായിട്ടും വരില്ലായിരുന്നു. കാരണം സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റിൽ ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ടോ? നമ്മൾ പഠിച്ച സ്കൂളല്ലേ? പഠിച്ച സ്കൂളാണ്. അതെ. ഒരുപാട് കുരുത്തക്കേട് ചേരുണ്ടാവും. തീർച്ചയായിട്ടും. അത് ആ കോറിഡോറിൽ ഒരു ബെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഈ പിന്നെ പിയൂൺ വന്നിട്ട് ഈ ബെല്ലടിക്കും രാവിലെ. ഒരു ദിവസം അതും ബെല്ല് കണ്ടില്ല, ബെല്ലടിച്ച് മാറ്റിയിരിക്കുകയാണ്. മൊത്തം പ്രശ്നമായി. സ്കൂൾ മൊത്തം അന്വേഷണം. ഇപ്പം ഞാൻ സത്യം പറയാം, ആർക്കും അറിയില്ല ബെല്ല് മാറ്റി വെച്ചത് ഞാനാണ്. ആ ബെല്ല് അടിച്ചുകൊണ്ട് പോയത്. പക്ഷെ തിരിച്ചു വെച്ചു കേട്ടോ. തിരിച്ചു വെച്ചു. തീർച്ചയായും അന്നത്തെ സ്കൂളിലെ ഏറ്റവും വലിയ വിഷയമായിരുന്നു. ഭയങ്കര ചർച്ച, ഭയങ്കര സംഭവമായി പോയി. കാരണം ബെല്ലടിക്കാൻ ബെല്ലില്ല. അന്നൊരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൈം അതാണ്. ഏറ്റവും വലിയ ക്രൈം. പിടിച്ചപ്പെട്ടു, പുറത്താണ്. ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരാളോട് വന്നിട്ടുണ്ട്. ബാബുവിനെ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാ കുട്ടികളെയും ഞാൻ പഠിപ്പിച്ചതാണ്. അന്ന് ബാബുവിന് ഈ സിനിമയിലേക്കുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു. പിന്നീട് എങ്ങനെയായിരുന്നു ഇത് ഉണ്ടായത്? ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും. നന്നായി അടിച്ചിരുന്നോ? പുള്ളി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ആണ് പഠിപ്പിച്ചിരുന്നത്. വളരെ സോഫ്റ്റ് ആയിരുന്നു, അടിക്കാൻ പിടിക്കുകയൊന്നുമില്ലായിരുന്നു. വളരെ സോഫ്റ്റ്. അതുപോലെ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും പുള്ളി പഠിപ്പിച്ചിട്ടുണ്ട്. മൂത്ത സിസ്റ്റർ തൊട്ട് എൻ്റെ ഇളയ സിസ്റ്റേഴ്സിനെ എല്ലാം പുള്ളി പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊൻകുന്നം മഠത്തിൽ വിശ്രമമാണ്, റിട്ടയർഡ് ലൈഫാണ്. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരു പക്ഷേ ഒരു 40-50 വർഷം അല്ലേ? 50. പുള്ളിക്കൊരു 80-85 വയസ്സുണ്ട് പുള്ളിക്ക്. പക്ഷെ എല്ലാം കൃത്യമായിട്ട് അവർ ഓർക്കുന്നുണ്ട്. നല്ല ഓർമ്മശക്തി ഉണ്ട് ഇപ്പോഴും. ആളെ കണ്ട അപ്പം തിരിച്ചറിയും, എന്നെ കണ്ട അപ്പം തിരിച്ചറിയും.
എന്നെയൊക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ തിരിച്ചറിയുകയൊക്കെ ചെയ്തു. ഇവരെയൊക്കെ ഇടയ്ക്ക് പോയി കാണാറുണ്ടോ ബാബു? ഞാൻ എപ്പോഴും ഞാൻ ഈ പള്ളിയുടെ ഗ്രൗണ്ടിൽ ഞാൻ അവിടെയാണ് വോളിബോളൊക്കെ കളിച്ചത്. ഞാൻ ബേസിക്കലി ഒരു ആത്ലീറ്റ് ആയിരുന്നു, സ്പോർട്സ്മാൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ട്രിപ്പിൾ ജമ്പ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, പോൾ വാൾട്ട്, പിന്നെ 4x100 റിലേ, പിന്നെ വോളിബോൾ, ഇത്രയും ഐറ്റംസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പള്ളിയുടെ ഗ്രൗണ്ടിൽ, അതായത് CYM എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു, കാത്തലിക് യങ് മെൻസ് അസോസിയേഷൻ. പേരെങ്ങനെയാണെങ്കിലും എല്ലാ സർവ്വജാതി മതസ്ഥരും അവിടെയാണ്, എല്ലാ ടീമിലുണ്ടാവും. അവിടെ ഈ പള്ളിക്ക് ഞാൻ ഇപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോൾ അവിടെ പോയി വോളിബോൾ കളിക്കും. പള്ളിയുടെ തൊട്ടടുത്താണ്. ബാബുവേട്ടൻ കൊച്ചുനാൾ മുതലേ കളി തുടങ്ങിയതാണ്. ഇപ്പം ബാബുവേട്ടൻ ഒരുപാട് തിരക്കായി, എന്നിട്ടും ഞങ്ങളോടൊപ്പം ഇപ്പം വന്ന് കളിക്കുന്നുണ്ട്. ഈ തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം കളിക്കാൻ വേണ്ടിയുള്ള ഈ സ്പിരിറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇവരൊക്കെ ഇപ്പോഴും കളിക്കാരാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കളിക്കാരാണ്. അപ്പം എൻ്റെയൊക്കെ വളരെ ജൂനിയറായിട്ട് വരും. ഇപ്പം ബാബു ഒരു 2-3 പതിറ്റാണ്ടായിട്ട് ഇവരോട് കളിക്കുന്നുണ്ട്. അതല്ല, പുതിയ കുട്ടികളാണ്. പുതിയ അല്ല, കളത്തിൽ കളിക്കുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല കേട്ടോ. ഇപ്പോഴും ഫസ്റ്റ് റോൾ അടിക്കും ഞാൻ. ആണോ? അതുപോലെ നമ്മളെപ്പോഴും ഇവർക്കൊക്കെ ബ്ലോക്ക് കിട്ടുകയില്ല, അടിച്ചാൽ കിട്ടില്ല. അപ്പോൾ എന്നോട് ബാബുച്ചേട്ടൻ എങ്ങനെ ഇത് എവിടോട്ട് അടിച്ചോണ്ട് പോകുന്നത്? അതൊക്കെ പഴയ മണ്ണാ മോനെ, ഇപ്പോഴത്തെ ടെക്നിക്കൊന്നും അല്ലെന്ന് വരും. അല്ല, എന്താ കാരണം ആൾക്കാർ ഒരു 10 കുറേ കഴിയുമ്പോൾ ഇപ്പം പഴയ കാലങ്ങളും ശീലങ്ങളൊക്കെ പയ്യെ അങ്ങ് വിടും. ബാബുവിന് എന്താ ഈ ഒരു നാട്ടിലേക്ക് വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യാനുള്ളത്? തീർച്ചയായും നമ്മൾ വളർന്ന സാഹചര്യം, അതായത് നമ്മുടെ റൂട്ട്, അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നാട്ടിലെ ആ ജീവിതം, അതായത് അവിടെ മരത്തേ കയറുക, ഞാൻ നന്നായിട്ട് മരത്തേ കയറും, തെങ്ങ കയറും, അതുപോലെ ആറ്റിൽ പോയി കുളിക്കുക, ചാടുക, ആ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ്. ആ ഒരു ചെറുപ്പകാലം. കാരണം എൻ്റെ ഫാദർ എനിക്ക് ഒരുപാട് ഫ്രീഡം തന്നിരുന്നു. ഒരു കുട്ടിയായിട്ട് വളരെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്ന് പഠിക്കാൻ പറ്റും. ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ എന്തെല്ലാം പഠിപ്പിക്കും, മ്യൂസിക് പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു. ഒരു 10 വയസ്സുകളിൽ അവരുടെ ഇടപാട് തീർത്ത് കളയും, അവരുടെ കുട്ടിത്തം കളയും. പഠിച്ചിട്ടില്ല. ഞാൻ ഫ്രീഡം എൻജോയ് ചെയ്തു. അതായത് ഒരു കുട്ടിയായിട്ട് ഞാൻ വളർന്നു. അതുകൊണ്ടായിരിക്കും ആ അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും ഉള്ളത്. ബാബു, സാധാരണ അങ്ങനെയുള്ള ഈ പറഞ്ഞ ക്രൈസ്തവ കുടുംബത്തിലെ ആൾക്കാരൊക്കെ, പിതാക്കന്മാർ കുറേ കൂടെ കർക്കശക്കാരാണ്. അതായത് മക്കളെയൊക്കെ വരച്ചവരെ നിർത്തിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പം സ്വന്തം പിതാവ് ആ രീതിയിലായിരുന്നില്ലേ? ആയിരുന്നില്ല, ഒരിക്കലും അല്ലായിരുന്നു. പുള്ളി എന്തോ എനിക്കറിയില്ല എങ്ങനെയാണ്, പുള്ളി ഒരു വഴിതെറ്റിയ ആളായിരുന്നു. വഴിതെറ്റിയ ആളെന്നാണ് പറയാം. അതല്ലെങ്കിൽ ആ തലമുറയിലെ ഈ ക്രൈസ്തവ പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ അറിയപ്പെടുന്നവരുടെ കാർക്കശ്യത്തിലാണ്. കുട്ടികളുമായിട്ടൊന്നും പ്രത്യേകിച്ച് സംസാരിക്കത്തില്ല. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിരുന്നു താങ്കളുടെ പിതാവ്. അതെ. ഞാൻ 8 വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കിടന്നത്, ഉറങ്ങിയത് രാത്രികളിൽ. അപ്പോൾ വളരെ നല്ലൊരു, എന്ന് വെച്ചാൽ വളരെ ബ്രോഡ് മൈൻഡഡ് ആയിരുന്നു പുള്ളി. അങ്ങനെ ഒരു ബ്രോഡ് മൈൻഡഡ്നെസ് അതുപോലെ ഒരു കുഗ്രാമത്തിൽ വളർന്ന ഒരു മനുഷ്യനെ കിട്ടിയെന്ന് എനിക്കിപ്പോഴും. അന്ന് ആ ഗ്രാമത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ വെറുതെ ഒന്ന് പറയുന്നത്, ഒരു പക്ഷേ അതിന് സമാനമായിട്ടുള്ള പല സാഹചര്യങ്ങളും എനിക്ക് കാണാനും അനുഭവിക്കാനും ഇവിടെ വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അന്നത്തെ ഏറ്റവും വലിയ ഷിവൽറി എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗതയിൽ ഓടുക, ഏറ്റവും വേഗതയിൽ മരത്തിൽ കയറുക, ഏറ്റവും മരത്തിൻ്റെ ഏറ്റവും തുഞ്ചത്തുള്ള മാങ്ങ എറിഞ്ഞു വീഴിക്കുക. കൊഴികൊണ്ട്, കല്ലല്ല കൊഴിയുണ്ട്, നല്ല ഏറുവിധത്തിനാണ്, ഒറ്റ ഏറിന് കറക്റ്റായിട്ട് വീഴുമായിരുന്നു. ഇന്ന് ഇതുപോലെ ഇറക്കയുണ്ടോ? ഇന്നും വേണമെങ്കിൽ അറിയാം, ടാർഗറ്റും മാറും. ഈ കുട്ടിയെ ഓർമ്മയുണ്ടോ? ഇതെനിക്ക് ഒരു 6 മാസം പ്രായമുള്ളപ്പോൾ എടുത്തൊരു പടമാണ്. അപ്പോൾ ഒരാൾ പുറകിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ആ മേശയുണ്ടല്ലോ ഞാനിരിക്കുന്നത്, അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഞാനത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ചിലപ്പോൾ തടിച്ചു കൊടുത്തായിരുന്നേ, പിന്നെയാണ് ശരീരമൊക്കെ ഇങ്ങനെ ഈ രൂപത്തിലാക്കിയത്. എന്തായാലും അന്നത്തെ ആ തലമുറയിലെ ഓരോ കുട്ടിയും വളരുന്ന ആ സാഹചര്യത്തിൽ തന്നെയാണ് ബാബു വളർന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാണ് ആ മണ്ണിൻ്റെ ഗന്ധം ഇപ്പോഴും താങ്കളെ ആ നാട്ടിലേക്ക് വീണ്ടും ആകർഷിക്കുന്നത്. എന്ത് ചെയ്യാനും എന്തും പറയാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം. അതുപോലെ ഈ വിദ്യകളൊക്കെ ഇപ്പോൾ കയറാനും അറിയാനും ഒക്കെ പഠിച്ചതേ അത് സിനിമയിൽ ഒരുപാട് ഉപയോഗപ്പെടുത്തി. കാരണം ഒരു പൂവിന് പുതിയ പൂന്നൽ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഒരു പോസ്റ്റർ കയറേണ്ട ഒരു സംഭവമാണ്. അപ്പം പാച്ചിക്ക് പറഞ്ഞ് നമുക്ക് ഡ്യൂപ്പിടാൻ വരാം, പുള്ളി കയറില്ല. നമ്മൾ പാച്ചിക്ക് ഞാൻ കയറാന്ന്, ബാബു കയറുമോ? നമ്മൾ കയറി ഒരു ലൈൻ കട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ എൻ്റെ കുട്ടികളെ ഞാനിപ്പോൾ അങ്ങനെ പൊൻകുന്നത്തേക്ക് കൊണ്ടുപോകും. മരത്തിൽ കയറുമോ? അവർ കയറ്റാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. മരത്തിൽ കയറ്റുക, അതുപോലെ തന്നെ പൊൻകുന്നത്ത് കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് പൊൻകുന്നം വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഓടിച്ചാടി മറിഞ്ഞ് പള്ളിക്കൊക്കെ കൊണ്ടുപോകും, ആ ഗ്രൗണ്ടിൽ തന്നെ കൊണ്ടുപോകും. അവിടെ തന്നെ അവർ ഓടി നടന്ന് വീഴും, മണ്ണിനകത്ത് കളിക്കും, മണ്ണിനകത്ത് ഉരുളും. എത്രയായി ഇപ്പോൾ? ഒരാൾക്ക് 9, മൂത്തയാൾക്ക് 9 വയസ്സായി, രണ്ടാമത്തെ ആൾക്ക് 4 വയസ്സായി. ബാബുവിൻ്റെ വഴിത്താരയിലാണോ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഞാനൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. അവർ ഇപ്പോൾ മാർഷൽ ആർട്സ് പോലും മൂത്ത ആളെ ഞാനിപ്പം ഈ കഴിഞ്ഞ വർഷമാണ് ചെറുതായിട്ട്
പഠിപ്പിക്കാൻ തുടങ്ങിയത്. വരട്ടെ, ഇത് പറയുമ്പോൾ ഒരാളെ കൊണ്ടുവരണം. Hi Papa, how are you? You're a great martial artist and a very good actor. All my friends like you. Papa, എന്തുകൊണ്ടാണ് ചെറുപ്പത്തിലെ മാർഷൽ ആർട്സ് പഠിക്കാൻ കാരണം? മകനാണല്ലേ? മകനാണ്. അവനെ മലയാളത്തിലെ ഒരു ചെറിയ പോരായ്മ. അവനെ പൊൻകുന്നം വിട്ട് കഴിഞ്ഞ് മലയാളം കുറച്ച് പ്രശ്നമായി. പൊൻകുന്നത്ത് വെച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ കൊച്ചി വന്നതോടുകൂടി മലയാളം മാറി. അപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള പിള്ളേരുടെ അവസ്ഥ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. അല്ല, ഇത് കൊച്ചിയിലുള്ള പിള്ളേർ ഇവരൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇത് ഈ രീതിയിലാണ് മലയാളം സംസാരിക്കുന്നത്. അങ്ങനെയാണോ? കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. അതെ അതെ അതെ. എന്തായാലും ഈ ബാബു അങ്ങനെ ഈ പറഞ്ഞ പോലെ മരം കയറുക, ഏറിയ, നീന്തുക, കുരുത്തക്കേട് കാണിക്കുക, മണിയടിച്ച് മാറുക, അങ്ങനെയുള്ള എല്ലാ പ്രക്രിയകൾക്കിടയിലും ഒരു മാർഷൽ ആർട്സിൻ്റെ രംഗത്തേക്ക് വന്നു, ഒരു ആയോധന കലയിലേക്ക് വന്നു. എങ്ങനെയാണ് അത് ആ ഒരു ടേസ്റ്റ് ഉണ്ടായത്? ഞാൻ ബേസിക്കലി ഈ പറഞ്ഞ പോലെ കുസൃതി കൂടുതലുള്ള എക്സ്ട്രാ എനർജിയുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ ഞാൻ ഈ മാന്ത്രികൻ മാൻഡ്രേക്ക് എന്ന മാന്ത്രികൻ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ആ സമയത്ത് വരുമായിരുന്നു, മനോരമയിലോ മറ്റോ വരുമായിരുന്നു. അപ്പം അതിൽ ഈ പിന്നെ ലോദർ ഒക്കെ പറഞ്ഞ കുറേ ക്യാരക്ടേഴ്സ്, ജൂഡോ അല്ലെങ്കിൽ കരാട്ടെ ആർച്ചറിയിലുള്ള വെട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങൾ. അപ്പം ഞാൻ ആലോചിച്ചത് എന്താണ് ഈ സാധനം, ഈ കരാട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ റിസർച്ച് തുടങ്ങിയത്. അപ്പം ഞാൻ കളരിയെക്കുറിച്ച് അറിഞ്ഞു, കളരിപ്പയറ്റ് ഇങ്ങനെ ഒരു ആയോധന കല നമ്മുടെ കേരളത്തിലുള്ള. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നാട്ടിൽ ഈ വീടിൻ്റെ തൊട്ടടുത്ത് ഈ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു ബോർമേക്കാരനുണ്ടായിരുന്നു. റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പുള്ളി ഈ വടക്കുന്നം കണ്ട് വന്നതാണ്. അപ്പോൾ പുള്ളിക്ക് വടക്കൻ കളരി അറിയാം. അപ്പോൾ പുള്ളിയുടെ പുറകെ കൂടി ഞാൻ 2-3 ആഴ്ച പുള്ളിയുടെ പുറകെ കൂടി കഴിഞ്ഞാൽ പുള്ളി നമ്മളെ ശിഷ്യനായിട്ട് അംഗീകരിച്ചു. അങ്ങനെ പുള്ളിയുടെ കളരി തുടങ്ങി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പൊൻകുന്നത്ത് സെബാസ്റ്റ്യൻ മാഷ് എന്ന് പറഞ്ഞിട്ടൊരു മാസ്റ്റർ ഉണ്ട്. സെബാസ്റ്റ്യൻ മാഷ്? അതെ അതെ. വരട്ടെ പുള്ളി. ഒരു 1980 കാലഘട്ടത്തിലാണ് എൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്യാൻ വന്നത്. അപ്പോൾ അന്ന് ബാബുവിനോട് എനിക്ക് ഒരു പ്രത്യേക സിമ്പതി ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറേയധികം സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് ബാബുവിനുള്ള ഒരു അർപ്പണ മനോഭാവം കണ്ടുകൊണ്ടാണ് എനിക്ക് അത്ര സിമ്പതി ഉണ്ടാകാൻ കാരണം. അപ്പോൾ എനിക്ക് ബാബുവിനോട് ചോദിക്കാനുള്ളതാണ്, അന്നത്തെ നമ്മുടെ ഇത്രയും ഹാർഡ് ട്രെയിനിങ് ബാബുവിൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിൽ പ്രത്യേകിച്ചും എന്ത് പ്രയോജനമാണ് ചെയ്തിട്ടുള്ളത്, എങ്ങനെ പ്രയോജനം ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ബാബുവിൻ്റെ കഴിവുകൾ മുഴുവൻ മലയാള സിനിമയ്ക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവിടെ ഓരോരുത്തരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരവസരമുണ്ടെങ്കിൽ ബാബു സ്വന്തം കഴിവുകൾ മുഴുവൻ വിനിയോഗിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സിനിമ എടുക്കുകയോ ചെയ്യുമോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയാൻ ആഗ്രഹമുണ്ട്. സെബാസ്റ്റ്യൻ സാറിൻ്റെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ഭാഗം എന്തായാലും നമുക്ക് പരാമർശിക്കണം പിന്നീട്. ആദ്യത്തെ ഭാഗം ഈ പറഞ്ഞ മാർഷൽ ആർട്സിൽ, ഈ പറഞ്ഞ കരാട്ടയിൽ താങ്കൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി വന്ന ശേഷം ആ ഒരു ആയോധന വിദ്യാഭ്യാസം എത്ര കണ്ട് താങ്കൾക്ക് ഭാവിയിൽ സഹായകരമായി? അതാണ് ചോദ്യം. ഈ ആയോധനകല എന്ന് പറയുന്നത് ശരിക്കും അഭിനയത്തിൻ്റെ ഒരു ബേസാണ്. ഇപ്പം നമ്മൾ കഥകളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസായിട്ട് നമ്മൾ കളരിപ്പയറ്റ് വരും. അതിനകത്ത് ഈ ചവിട്ടും പിഴിച്ചിലും ഈ അതുപോലെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഈ ആൾക്കാർ ഈ കളരിയിൽ നിന്ന് അഭ്യസിച്ചിരുന്നു, കഥകളി ആൾക്കാർ. അതുപോലെ നമ്മൾ ചൈനീസ് ഓപ്പറ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കങ്ഫു ആണ്. അത് ചൈനീസ് ഗോങ്ഫു എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമ്മൾ അവരുടെ മൂവ്മെൻറ്റ് കണ്ടറിയാം, ചാടി മറിഞ്ഞ് ജമ്പ് ചെയ്ത് സ്പിൻ ചെയ്ത് താഴെ വന്ന് ആ ഒരു എന്താ പറയുന്ന ഒരു റിതം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അഭിനയത്തിന് അല്ലെങ്കിൽ നൃത്തത്തിന് വളരെ അത്യാവശ്യമാണ്. വെറുതെ നൃത്തം പഠിക്കുന്നതിലും വെറുതെ അഭിനയം പഠിക്കുന്നതിലും ഒക്കെ കൂടുതൽ റിതമിക്കാണെങ്കിൽ നമ്മൾ ഈ മാർഷൽ ആർട്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇതാണോ ഇത്? നിങ്ങളൊന്നും പേടിച്ചോടണ്ട. അതെ, ഇത് നമ്മൾ ഞാനെച്ചാൽ അത് ഇവിടെ കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. ബാബു എന്ന് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? എവറി അതർ ഡേ. ആണോ? എവറി അതർ ഡേ മീൻസ് ഓൾമോസ്റ്റ് ഓൾ ദ ഡേയ്സ്? ഓൾമോസ്റ്റ് ഓൾ ദ ഡേയ്സ്. മിക്കവാറും ഒരാഴ്ച 2-3-4 ദിവസം ചെയ്യും. ആഴ്ചയിൽ ഞാൻ പറഞ്ഞ ഒരു 1 ഡേ ഞാൻ ബ്രേക്ക് കൊടുക്കും. നേരത്തെ ഞാൻ എവറി ഡേ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാനൊരു ആക്ഷൻ സിനിമ ചെയ്തിട്ട് ഏകദേശം 10 കൊല്ലത്തോളമായി. 10 കൊല്ലമായിട്ട് ഞാൻ ആക്ഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ. ബാബു, ഇപ്പം സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതിൻ്റെ വേറൊരു വശം എന്ന് വെച്ചാൽ ഒരു കണക്കിന് ഇങ്ങനെയുള്ള ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അനുഭവിച്ചതാണ്. ഇതുപോലുള്ള മാർഷൽ ആർട്സ് ശരീരത്തിന് മാത്രമല്ല, ശരീരത്തിനേക്കാൾ ഏറെ മനസ്സിൻ്റെ ഒരു മനസ്ഥൈര്യം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല നമ്മുടെ ആ കാം ക്വയറ്റ്, നമ്മുടെ ആ ഒരു
ഒരു മാനസിക നിലയെ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായകരമായിരിക്കും. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മെൻ്റൽ ഒരു ബാലൻസ്, അതായത് നമ്മളെ വളരെ ഒരു ബാലൻസ്ഡ് ആക്കും മെൻ്റലി, ഒരു ട്യൂണിങ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ എക്സസൈസൊക്കെ ഭയങ്കര ഫിസിക്കലി വളരെ പെയിൻഫുള്ളാണ്. അപ്പോൾ ആ പെയിൻ ടോളറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ നമ്മൾ ഇമോഷണലായിട്ട് ആരെങ്കിലും ഹർട്ട് ചെയ്താലും നമുക്ക് ആ ഒരു പെയിൻ ടോളറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക, അഥവാ ഇന്റർവ്യൂവിൽ ഞാൻ എന്തെങ്കിലും ഹേർട്ട് ചെയ്യാണത്തിന്റെ അതിനെ സഹിക്കാനുള്ള ഒരു കഴിവ് ഈ അയോധനകല ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നിശബ്ദനായിട്ടിരിക്കാനുള്ള സംഭവങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഇതിൽ പൊൻകുന്നം ഗ്രാമത്തിൽ ജനിച്ച ഒരാൾ, ഞാൻ പറഞ്ഞ പോലെ റബ്ബറിൻ്റെയും മറ്റുള്ള മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെയും കണക്കുകളിൽ വ്യാപൃതനാകുന്നതിന് പകരം ഒന്ന് സ്ലിപ്പ് ചെയ്ത് വേറൊരു ലോകത്തേക്ക് കടന്നു വന്നു. മാത്രമല്ല ഒരുപക്ഷെ താങ്കളുടെ ഏറ്റവും വലിയ സാധ്യത താങ്കളുടെ ശരീരത്തിൻ്റെ ആ പ്രത്യേകതയാണ്. നല്ല 6 അടി 3 ഇഞ്ച്. എനിക്ക് ഭയങ്കരമായ അസൂയ തോന്നുന്നു. അസൂയ തോന്നുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. അതൊന്നും പറയണ്ടല്ലോ. അത് വേണ്ട. അപ്പൊ എന്തുകൊണ്ടെന്ന് മനസ്സിലായില്ല. എന്തായാലും റിട്ടയർഡ് ചെയ്തു. married, settled with 2 kids. ഞാൻ അതിലേക്കൊന്നും പ്രവേശിച്ചില്ല, പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ബാബു, എനിക്ക് അസൂയ ഉണ്ടെന്നുള്ള കാര്യം തർക്കമില്ല. എന്താ കാരണം ചിലപ്പോൾ താങ്കൾ സെറ്റിൽ ചെയ്താലും സെറ്റ് ചെയ്തില്ലെങ്കിലും ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അസസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർത്തമാനകാലത്തേക്കാൾ കൂടുതൽ പ്രകടമായി മുമ്പോട്ട് വരുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമാണ്. അദ്ദേഹം കഴിഞ്ഞു പോയ ഭൂതകാല ഘട്ടങ്ങളാണ്. മുകളിൽ ചെല്ലുമ്പോഴും അദ്ദേഹം ചോദിക്കുന്നത് മുൻകാലങ്ങളിൽ ചെയ്ത കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. വേണമെങ്കിൽ പോകണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ സമയത്ത് വേണമെങ്കിൽ പോകാം. വരട്ടെ. ബാബു ആൻ്റണി എൻ്റെ ബ്രദറാണ്. ഞങ്ങൾ 7 മക്കളിൽ 3ാമത്തെ ബ്രദറാണ് ബാബു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നതും എൻ്റെ ഈ സഹോദരനെയാണ്. ഏറ്റവും എൻ്റെ മകനെ പോലെ സ്നേഹിച്ച് വളർത്തി ഞാൻ തന്നെ എല്ലാം നോക്കി എൻ്റെ മകനെ പോലെ തന്നെയാണ് ഞാൻ ആ ബാബുവിനെ വളർത്തിയെടുത്തത്. എൻ്റെ മകനായിട്ട് തന്നെയാണ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നത്. ഒരു ആക്ടർ ആകണമെന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പുള്ളി അമിതാഭ് ബച്ചനെയാണ് ഏറ്റവും സ്നേഹിച്ചിരുന്നത്. അതുപോലൊരു നടനാകണമെന്നായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹം ബാബു സഫലമാക്കിയോ എന്ന് ബാബുവിന് തോന്നുന്നുണ്ടോ? മൂത്ത പെങ്ങളാണല്ലേ? ഒറ്റ മൂത്ത പെങ്ങളാണ്. ഒരുപാട് എടുത്തുകൊണ്ട് നടത്തുന്നുണ്ട്. ഒത്തിരി എടുത്തുകൊണ്ട് നടന്നു. ഈ പെങ്ങന്മാരുടെ ഒരു പ്രത്യേകം എന്താ അറിയോ? അവരെടുത്തുകൊണ്ട് നടന്ന കാര്യം എല്ലായിടത്തും പറയും. അല്ലേ? അഭിമാനത്തോടുകൂടി അവനെ അത് മാത്രമല്ല, അങ്ങനെയല്ല പറയുക. എങ്ങനെയാ പറയുന്നത് വെച്ചാൽ അവനെ ചുമന്ന് നടന്നതിൻ്റെ ഇപ്പോഴും ആ വേദന പോയിട്ടില്ല എന്ന് പറയും. അതെ, പാടുണ്ടെന്ന് പറയും. അപ്പോൾ ചില നാട്ടുകാരും പറയാറുണ്ട്, അവനെ ഞാൻ എടുത്തോണ്ട് നടന്നില്ല, എൻ്റെ എപ്പോഴും പാടുണ്ടെന്ന് പറയും. എന്തായാലും പെങ്ങൾ ആ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല. സിനിമ എന്നുള്ളത് എനിക്ക് തുടക്കത്തിലെ താങ്കളുടെ മനസ്സിൽ വന്ന് ഇല്ല, ഞാനിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളൊരു ധാരണ. അത് അങ്ങനെ എക്സ്പോഷർ ഉള്ള സ്ഥലമല്ല. അപ്പം ഇമിറ്റേറ്റ് ചെയ്യും, ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു കല മനസ്സിലുണ്ടായിരുന്നു. മിമിക്രി ഒക്കെ ചെയ്യാം. മിമിക്രി അത്യാവശ്യം എന്തെങ്കിലും ഒരാളോട് ഒത്തിരി നാളായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ശങ്കരാടിയൊക്കെയാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ വെറുതെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ ചുമ്മാ നാട്ടിലൊക്കെ വലിയ നമ്പറുകളാണ്. വലിയ നമ്പറുകളൊക്കെ ഭയങ്കര മാർക്കറ്റാണ് അന്നത്തെ. ഭയങ്കര അതുപോലെ ഫ്ലൈറ്റ് പോകുന്ന ശബ്ദം, ഇങ്ങനെ ഓരോ ഈ പട്ടി, ഇതൊക്കെ കുട്ടികളുടെ കുട്ടിത്തങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും ആ ഒരു ലെവലിലൊക്കെ നമുക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഒരു ബിയോണ്ട് ദ റീച്ച് എന്നുള്ളൊരു സംഭവത്തിലിരിക്കുമായിരുന്നു. ഒരാളും കൂടെ വരട്ടെ. ബാബു നിൻ്റെ ശരീരപ്രകൃതിയും ഇതെല്ലാം കണ്ടിട്ടാണ് നിന്നെ ഞാൻ വോളിബോളിന് ആദ്യം ഇറക്കി ഞങ്ങളുടെ കൂടെ കളിക്കാനും പെട്ടെന്ന് അതിൻ്റെ എല്ലാം നല്ലപോലെ പഠിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെയാണ് സബാഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് മാർഷൽ ആർട്സ് പഠിപ്പിക്കാൻ നിന്നെ കൊണ്ടേയാക്കുന്നത്. ഇപ്പോൾ നീ വലിയ സ്റ്റാറായി, വലിയ സിനിമാ താരമായി. തിരിഞ്ഞു നോക്കുമ്പോഴുള്ള അനുഭവം എന്താണ്? മൂത്ത ജ്യേഷ്ഠനാണല്ലേ? മൂത്ത ജ്യേഷ്ഠനാണ്. മൂപ്പരാണ് നിങ്ങളെ വോളിബോൾ കളത്തിലേക്ക് കൊണ്ടുപോയത്? അതെ, കാരണം പുള്ളിയൊക്കെ അവിടെ പള്ളിക്കോട്ടിൽ കളിക്കുമ്പോൾ വലിയ താരങ്ങളാണ്. പുള്ളി നന്നായിട്ട് കളിക്കും. ഓൾമോസ്റ്റ് ഈക്വൽ ടു ജിമ്മി ജോർജ് കളിക്കുന്ന പോലെ കളിച്ചു. പക്ഷെ പുള്ളി 10ാം ക്ലാസ് പാസ്സാകാത്തതുകൊണ്ട് ഒന്ന് ഡിമ്മായി പോയതാണ്. അപ്പം പുള്ളിയൊക്കെ കളിക്കുമ്പോൾ ഞാൻ പുറത്ത് നിന്ന് ഔട്ട് പെറുക്കും. അതാണ് ആദ്യത്തെ പണി. പുറത്ത് പോകുന്ന ബോൾ പെറുക്കി കൊടുക്കുക. അതിന് തന്നെ 3-4 പേരുണ്ട്. ആര് പോയി എടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഔട്ട് പെറുക്കാനൊന്നും ആരും കിട്ടാറില്ല. നമ്മൾ തന്നെ പോയി പെറുക്കിക്കോളുക. അവിടെ നിന്നാണ് കളത്തിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. കളത്തിലേക്ക് പുറകെ നിർത്തും. അത് സർവീസിൻ്റെ അവിടെ നിർത്തത്തില്ല, ഏറ്റവും പുറകിൽ നിർത്തും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പയ്യെ സർവീസിലേക്ക് വരും. പിന്നെ അങ്ങനെ ഇവർ കളി നിർത്തി പോകുമ്പോഴാണ് അവിടെ കിടന്ന് പ്രയോഗം. അവിടെ കിടന്ന് കുറച്ച് പ്രയോഗമാണ്. അതൊരു ഇരുട്ടത്തൊരു അപ്പോഴേക്ക് ഇരുട്ടിയിരിക്കും. ഇരുട്ടിയിരിക്കും. എന്തായാലും താങ്കൾ ആ കളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റാറായി മാറി.
ബാബു ശ്രദ്ധേയനായ ഒരു കളിക്കാരനായി മാറിയതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും ഇദ്ദേഹം കളിക്കാറുണ്ട്. ഇപ്പോഴും ഇദ്ദേഹം കളിക്കാറുണ്ട്. എത്ര വയസ്സായി പറഞ്ഞു? പുള്ളിക്ക് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് ഒരു 65 close to yeah. He's the oldest brother, yeah, close to 60 plus, yeah. ഇതൊക്കെ ആ നാട്ടുമ്പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ നഗരങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള സജീവമായ കളികളിൽ വളരെ കുറവായിരിക്കും. അതെ അതെ. നമുക്കിനി വരേണ്ടത് ഒരുപക്ഷെ താങ്കളെ ഈ എന്താ പറയുക, JB ജംഗ്ഷൻ ഞാൻ ഇരുത്താൻ പ്രധാനപ്പെട്ട കാരണം താങ്കൾ മലയാള സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമായി മാറി എന്നുള്ളതാണ്. അതിലേക്കുള്ള വഴിത്തിരിവുകൾ. പക്ഷേ ആ വഴിത്തിരിവ് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരാൾ പറയാൻ വേണ്ടി നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം എന്താ അദ്ദേഹം പറയാം. നമ്മൾ പരിചയപ്പെടുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 84 ജോയിൻ ചെയ്ത ആ വർഷമാണ് ബാബുവിനെ പരിചയപ്പെടുന്നത്. അന്ന് ബാബു സിംബയോസിസിൽ MBA ചെയ്യായിരുന്നു. പക്ഷെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ ബാബു ഒരു മലയാളത്തിലൊരു സിനിമാ താരമായി ഓൾറെഡി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴ്സ് കൊണ്ട്, MBA കോഴ്സ് കൊണ്ട് ബാബുവിന് ഒരു ഗുണവും പിൽക്കാലത്തിലെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് ബാബു ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അന്ന് MBA ചെയ്യുന്നതിന് പകരം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ഷനോ അതുപോലെ സിനിമാ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അത് ഇന്ന് ഒരു ഉപകാരപ്രദമായിരിക്കില്ലേ എന്ന് തോന്നുന്നുണ്ടോ? ഒരു ചോദ്യം വളരെ എന്താ പറയുക, ഏത് രീതിയിലും പ്രതികരിക്കാവുന്നതാണ്. അതെ അതെ. അത് മോഹൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബോംബെയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സാണ്. ഇപ്പോൾ ഷാരൂഖ് ഖാൻ്റെ ഡോൺ എന്ന് പറഞ്ഞ പടം, പിന്നെ വേറെ കുറേ ലേറ്റസ്റ്റ് സിനിമകൾ, പിന്നെ ആഡിൽ പുലിയാണ്. അപ്പോൾ ഈ പുള്ളിയെ ഞാൻ ആദ്യം മീറ്റ് ചെയ്യുന്നത്, അതായത് മോഹൻ, FTIയും ഈ എൻ്റെ കോളേജും സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ടും വളരെ അടുത്താണ്, ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈവനിങ് അവിടെ പോവുകയും ഇവരോട്ടൊക്കെ ബന്ധപ്പെടുകയും, അതുപോലെ തന്നെ ഈ ആർക്കെ സ്റ്റുഡിയോയിൽ എപ്പോഴും എന്നും വൈകിട്ട് 2 സിനിമകൾ കാണിക്കും. അത് കാണും, എല്ലാ ദിവസവും ഞാനത് കാണും. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ടാണെങ്കിലും അത് കണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനായിരുന്നു ശരിക്കും ഞാൻ ഈ FTI ആയിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചത്. അപ്പോൾ ഞാൻ ഈ MBA കഴിയാറായപ്പോഴത്തേന് അതിൻ്റെ ഒരു എന്താ പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ മാറ്റി സിനിമാറ്റോഗ്രാഫിയുടെ. അതായത് 12th സയൻസും ഗ്രാജുവേഷനും വേണമെന്നാക്കി. അപ്പോൾ ഞാൻ 12th ആർട്സ് ആയിരുന്നു. ഗ്രാജുവേഷൻ പ്രോബ്ലം ഇല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ആ കോഴ്സിന് ചേരാതിരുന്നത്. അങ്ങനെ ചേർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മോഹനൻ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് പ്രയോജനം, ടെക്നിക്കലി കുറച്ചുകൂടെ ഒരു ബെറ്റർമെൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇത് കിട്ടിയേനെ. MBA കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടായില്ലേ ലൈഫിൽ? തീർച്ചയായിട്ടും. ഞാൻ പഠിച്ചത് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ആൾക്കാരെ മാനേജ് ചെയ്യാൻ, അതായത് നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാരെ മാനേജ് ചെയ്തു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ താങ്കളെ ആൾക്കാർ മാനേജ് ചെയ്യുന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ ആൾക്കാരുടെ സ്വഭാവം അതാണ്. മീക്ക്നെസ് ഈസ് വീക്ക്നെസ് ഹിയർ. അതാണ് പ്രോബ്ലം. ഒരുപാട് ദുരനുഭവങ്ങൾ ബാബുനുണ്ടോ? അങ്ങനെ ഒരുപാട് നമ്മളെ ഹർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഐ ഡോണ്ട് കെയർ. ഐ ജസ്റ്റ് മൂവ് അവേ ബിക്കോസ് ഐ നോ വെരി വെൽ ദാറ്റ് ഐ എം വെരി ഹോണസ്റ്റ്, സ്ട്രെയിറ്റ് ഫോർവേഡ്, ആൻഡ് ഐ ഹാവൻ ഹർട്ട് എനിബഡി ഈവൻ വിത്ത് മൈ വേർഡ്. ഈ മാർഷൽ ആർട്സിലൊക്കെ ഭയങ്കര കെങ്കേമമായ പ്രകടനം താങ്കൾ നടത്തുമ്പോഴും താങ്കളെക്കുറിച്ച് താങ്കളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു വെച്ചാൽ ബാബുവിൻ്റെ മനസ്സ് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സാണ്. ഈ കാണുന്ന വീരശൂര പരാക്രമമൊക്കെ ഉള്ളൂ, പക്ഷേ ആ നെഞ്ചും കൂടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയാൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അവസ്ഥയാണ്. Probably I would like to be that little boy who grew up in Pongunam. പക്ഷെ അതിൻ്റെ അപ്പോൾ അങ്ങനെ അത് ഒരു പക്ഷേ ഒരുപാട് വികാര വിക്ഷോഭങ്ങളും സങ്കടങ്ങളും സങ്കീർണതകളും മനസ്സിൽ, അതായത് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പക്ഷേ നമ്മൾ വാട്ട് യു ആർ ഈസ് വാട്ട് യു ആർ. മാറ്റാൻ പറ്റില്ല. നമ്മൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുന്നത് ഒരു വിരോധാഭാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും നമ്മളിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ദെൻ ഇറ്റ് ബിക്കംസ് എ സൈക്കോളജിക്കൽ പ്രോബ്ലം. അതുകൊണ്ട് താങ്കൾ എങ്ങനെയാണോ താങ്കൾ അതുപോലെ അങ്ങ് ജീവിക്കാൻ, അതുപോലെ ജീവിക്കണം. ഐ ഡോണ്ട് വാണ്ട് കോൺഫ്ലിക്റ്റ്. കരയാൻ തോന്നിയാൽ കരയുക, അത്രേ ഉള്ളൂ. കരയാൻ തോന്നിയാൽ കരയുക. അല്ലെങ്കിൽ ഇഫ് ഐ എം ആംഗ്രി ഒരു ഒറ്റയാനാണോ ബേസിക്കലി ഒരു വലിവാണ്, ഒരു വൺ മാൻ ആർമിയാണ്. മൈ വൈഫ് സേസ് ദാറ്റ് യു ആർ എ വൺ മാൻ ആർമി. ഇൻ ദ മൂവി ഇറ്റ് ഡസന്റ് വർക്ക്. You have to be in a team. My wife. I will come back. താങ്കളുടെ സുഹൃത്ത്, താങ്കൾ അത്ര ഒറ്റപ്പെട്ടതല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു സുഹൃത്തെ കൊണ്ടുവന്നത്. ഞാൻ ബാബുവിനെ ആദ്യമായിട്ട് കാണുന്നത് 85 പൂനെയിൽ വെച്ചിട്ടാണ്, FTIയിൽ വെച്ച്. അന്ന് ഞാൻ ബാബുവിനെ കാണുമ്പോൾ ബാബു തൈക്കൊണ്ടു എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിട്ടാണ് ഞാനന്ന് കാണുന്നത്. മറ്റെന്തോ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ ഈ മാർഷൽ ആർട്സും കൂടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ ബാബുവിനെ കാണുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നത് ബാബുവിൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹം മാർഷൽ ആർട്സിനോടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അഭിനയത്തെക്കാൾ കൂടുതൽ ബാബു സ്നേഹിച്ചിട്ടുള്ളത് മാർഷൽ ആർട്സിനാണെന്ന് എനിക്ക് തോന്നുന്നു.
അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് മാർഷൽ ആർട്സ് ആയിരിക്കണം. മലയാള സിനിമ എപ്പോഴും ഈ ആയോധന കലയെ അല്പം പരിഹസിച്ചാണ് ചെയ്യുക. സിനിമകളിലൊക്കെ ഇതൊരു കോപ്രായമായിട്ട് മാറുന്നതാണ്. അതൊരു വിവരമില്ലായ്മയാണെന്ന് പറയാം. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പരിഹസിക്കുക എന്നുള്ള മലയാളിയുടെ ഒരു സ്വഭാവമാണ്. അതെ, ഇപ്പൊ ഇവിടെ കേരളത്തിലെ മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നു, അവസാനം ഒരുത്തം മുതൽ ഒറ്റ പൊട്ടിന് കൊടുക്കുന്നു, അവൻ താഴെ വീഴുന്നു. ഇതാണ് ഇവിടുത്തെ മലയാള സിനിമയിലെ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല എന്താണ് സംഭവം. അതുപോലെ തന്നെ ഞാൻ എല്ലാ സിനിമയിലും ഇത് അങ്ങോട്ട് പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുമില്ല മാർഷൽ ആർട്സ്. സിനിമാ രംഗത്ത് താങ്കളെപ്പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആളുണ്ടാവില്ല ഈ മാർഷൽ ആർട്സിന്റെ കാര്യത്തിൽ. മാർഷൽ ആർട്സിന്റെ കാര്യത്തിൽ ഐ തിങ്ക് ബോംബെയിലുണ്ട് അക്ഷയ് കുമാർ. ഐ തിങ്ക് ഹി നോസ് മാർഷൽ ആർട്സ്. അക്ഷയ് കുമാർ അല്ലേ? വേറെ ആരും ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ആക്ഷൻ ഫിലിമിലൊക്കെ അത് സഹായിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. അതെ, ബാക്കിയുള്ളവരൊക്കെ ഈ എന്താ പറയുക, ഈ കാല കൈ എന്തെങ്കിലും പൊക്കുമ്പോഴത്തന്നെ വില്ലന്മാർ പറന്നു പോവുകയാണ്. അത് കമ്പി കെട്ടി വലിച്ച് അത് അവരുടെ ഫോഴ്സ് അങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു റിയൽ കിക്ക് അല്ലെങ്കിൽ റിയൽ പഞ്ച് കാണിച്ചിട്ട് അത് റിയലിസ്റ്റിക് ഫൈറ്റ്സ് ദാറ്റ്സ് ഓൾവേസ് ബെറ്റർ ഇൻ എ മൂവി. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറക്കുന്ന ഒരുപാടായി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. സ്ക്രിപ്റ്റിനനുസരിച്ച് സ്ക്രിപ്റ്റ് അങ്ങനെയാണെങ്കിൽ ഒരു പറക്കുന്ന സംഭവങ്ങൾ സ്ക്രിപ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് പറപ്പിക്കാം. ഇതിപ്പോൾ എവരിബഡി ഈസ് എ സൂപ്പർമാൻ ഓർ സ്പൈഡർമാൻ. അത് ബാബു എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം സിനിമയിൽ ഭയങ്കര അതിഭാവുത്വമാണ്. റിയൽ നിന്ന് അങ്ങ് അകന്ന് പോയി. ഒരുപക്ഷെ ഓരോ വർഷം കഴിയും തോറും നമ്മൾ ആ ഗ്യാപ്പ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ കാരണം നമ്മൾ ഓഡിയൻസുമായിട്ടുള്ള ബന്ധം വിട്ടുപോയി എന്നുള്ളത്. ഓഡിയൻസിനല്ല അതല്ല വേണ്ടത്. എനിക്ക് ഓഡിയൻസുമായിട്ട് ഒരുപാട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ ഒത്തിരി ഫാൻസിനോട് സംസാരിക്കാറുണ്ട്. അപ്പം അവർക്കതൊന്നുമില്ല. അവർക്ക് ദേ വാണ്ട് റിയലിസ്റ്റിക് ഫൈറ്റ്സ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് അവർക്ക്. ഒരുപാട് അതിഭാഗത്ത് ഓക്കെ ടു സം എക്സ്റ്റെൻറ്റ്. പക്ഷെ ഒരുപാടായി കഴിയുമ്പോൾ നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് മാറി അല്ലെങ്കിൽ അങ്ങ് പോയി കഴിയുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ അകലുകയാണ്. താങ്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം മലയാളത്തിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവി എടുത്ത മലയാളി ഇപ്പോഴും നെഞ്ചിലേറ്റുന്ന വലിയൊരു മഹാനായിട്ടുള്ള സംവിധായകൻ ഭരതൻ്റെ പടത്തിലാണ് താങ്കൾ ആദ്യം കാലെടുത്ത് കുത്തുന്നത്. ഭയങ്കര ഒരു ദൈവാനുഗ്രഹമാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടാനും അദ്ദേഹത്തിൻ്റെ പടത്തിൽ തന്നെ അദ്ദേഹം ഒരു, കാരണം ആ സമയത്ത് എൻ്റെ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് യാതൊരു തരത്തിലും. എങ്ങനെയാണ് ഇതിന് ആ ഒരു കൂടിക്കാഴ്ച ഭരതനുമായിട്ട്? ഞാനിങ്ങനെ FTIയിൽ നിന്ന് അല്ലെങ്കിൽ പൂനെയിൽ നിന്ന് ഞാൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും അസിസ്റ്റ് ചെയ്തിട്ട് സിനിമാറ്റോഗ്രാഫി പഠിക്കാം എന്നൊക്കെ ഒരു പ്ലാനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മദ്രാസിൽ വെച്ച് ഇങ്ങനെ നമ്മളന്ന് കേട്ടിരിക്കുന്ന ഭരതൻ, അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ്. ജോഷിയേട്ടനുണ്ട്, IV ശശി, പത്മരാജൻ, അങ്ങനെ കുറച്ച് ടോപ്പ് ആൾക്കാരെ കുറിച്ച് നമുക്ക് അറിയത്തുള്ളൂ. ശശികുമാർ സാറ്. FTI ഇങ്ങനെ ഒരു ക്ലാസിക് ആണെങ്കിൽ ശശികുമാർ സാറിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ ഭരതേട്ടനെ കാണാനായിട്ട് മദ്രാസിൽ പല പ്രാവശ്യം വീടിൻ്റെ അവിടെ പോയി നിന്നു. പക്ഷെ കയറാനൊരു പേടി. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ വീടിൻ്റെ വാതിക്ക് ചെന്നപ്പോൾ ഭരതേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ നടന്നു വട്ടം ചുറ്റി നടന്നിട്ടുണ്ട് പല പ്രാവശ്യം. അദ്ദേഹം നടക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നടന്നിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് എൻട്രി? ഒരു ദിവസം ഞാൻ ധൈര്യം കംപ്ലീറ്റ് സംഭരിച്ച് ഞാൻ അങ്ങോട്ട് എൻട്രി ചെയ്തു. ഇല്ല അന്ന് മദ്യമൊന്നും തൊടുകയല്ലായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പ്യൂരിറ്റൻ എന്നൊക്കെ പറയല്ലോ. എല്ലാത്തിനും എതിരും ഭയങ്കര ഒന്നും പാടില്ല എന്നുള്ള രീതിയിലുള്ള എല്ലാം മാറ്റി നിർത്തി. പക്ഷെ അതില്ലാതെ താങ്കൾ ധൈര്യം സംഭരിച്ചു. അതെ. അകത്തിട്ട് കയറിയപ്പം ഗേറ്റ് കഴിഞ്ഞ് തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഭരതേട്ടൻ ഇങ്ങനെ വയറിലിങ്ങനെ തടവി പുള്ളി ഇങ്ങനെ എപ്പോഴും താടിയിലൊക്കെ പിടിക്കും. ഇങ്ങനെ പുള്ളി ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കി വന്നു. എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പൂനെ. പക്ഷെ മലയാളിയാന്ന് പറഞ്ഞു. എന്താണ് ചിരിച്ചു. പുള്ളിയെ കണ്ടപ്പോഴേ പുള്ളിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എന്തോ കണ്ടു കിട്ടിയ ഒരു, എന്തോ പുള്ളി അന്വേഷിച്ച് വർഷങ്ങളായിട്ട് അന്വേഷിച്ച് നടന്നു എന്തോ കണ്ടു കിട്ടിയ ഒരു മുഖത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആൽബം കാണിച്ചു. ഇങ്ങനെ ഞങ്ങൾ കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ അഭിനയം ഒക്കെയാണ് നമ്മുടെ ഉദ്ദേശം, സിനിമയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അപ്പം ഭരതേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ ഒരു 10 ദിവസം കഴിഞ്ഞ് എന്നെ വന്ന് കാണും, നിന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ വരുന്നതും ചിലമ്പിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തു. ഈ 10 ദിവസം അദ്ദേഹം താങ്കളുടെ മാനസികാവസ്ഥ? ഒയ്യോ, അതൊരു ഭയങ്കര ടെൻഷനായിരുന്നു. ഇതിന് ചുമ്മാ വെറുതെ പറഞ്ഞതാണോ? അത് അന്വേഷിച്ചില്ലേ ഇത് തന്നെയാണോ ഈ ഭരതേട്ടൻ പറയാറ്? ആൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇല്ല 10 ദിവസം കഴിഞ്ഞിട്ട് വന്ന് 10 ദിവസം ഇങ്ങനെ ആരോടും പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ അന്വേഷിച്ചു. അതല്ല, ഭരതേട്ടൻ പറഞ്ഞതാണോ? ഞാനത് യാതൊരു മാറ്റം ഉണ്ടാവില്ല. അത് ദൈവം വന്ന് പറഞ്ഞാലും പുള്ളി മാറുകയെന്ന് പറഞ്ഞു. കാരണം ചില ഏതോ ഒരു പേര് പറയുന്നില്ല, ഓരോ സിനിമയ്ക്കിൽ ഒരാളെ കാസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞു, സിനിമയിൽ അന്ന് വലിയ പുള്ളിയാണ്, വലിയൊരു പ്രൊഡ്യൂസറാണ്, അവനെ കാസ്റ്റ് ചെയ്താൽ നിന്നെ ഞാൻ സിനിമയിൽ ഔട്ടാക്കുമെന്ന് പറഞ്ഞു. ഭരതേട്ടനോട് പറഞ്ഞു. ഭരതേട്ടൻ പറഞ്ഞു താൻ പോടോന്ന് പറഞ്ഞു. അവനിഷ്ടമാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് അഭിനയിപ്പിക്കുന്നു പറഞ്ഞു. ആണ് പുള്ളിയുടെ
അതായത് പുള്ളിയുടെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് തോന്നുകയല്ല ആ സ്ക്രിപ്റ്റിന് അല്ലെങ്കിൽ ആ കഥയ്ക്ക് ഇന്നയാളാണ് കറക്റ്റ് എന്ന് വെച്ചാൽ അത് പുള്ളി കാസ്റ്റ് ചെയ്തിരിക്കും. അതാണ് ഒരു സിനിമയുടെ നട്ടല്ലെന്ന് പറയുന്നത്. കാസ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിവിടെ അങ്ങനെയല്ലല്ലോ, സാറ്റലൈറ്റ് റേറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ എങ്ങനെയോ ഉണ്ടായ ബിസിനസ് അനുസരിച്ചിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. ബിസിനസ് അനുസരിച്ചാണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ താങ്കൾ 10 ദിവസം എന്ന് പറഞ്ഞു 9.5 ദിവസമായപ്പോൾ അവിടെ എത്തി വീണ്ടും. ഏകദേശം 9:45 അവിടെ എത്തി. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ചിലമ്പെന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നുണ്ട്, റഹ്മാനാണ് നായകൻ, റഹ്മാൻ ഓപ്പോസിറ്റ് ജയൻ എന്ന് പറഞ്ഞിട്ടൊരു മാർഷൽ ആർട്സ് അറിയാവുന്ന ഒരു വില്ലൻ വരുന്നുണ്ട്, ഇതൊരു വ്യത്യസ്തമായ ഒരു വില്ലൻ കഥാപാത്രമാണ്, നിന്നെ ഞാൻ അതിനുവേണ്ടി കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുള്ളി അന്നാണ്ട് 1000 രൂപ എൻ്റെ കയ്യിൽ തന്നു. 1000 രൂപ തന്നു. 1000 രൂപ തന്നു. അത് പ്രതീക്ഷിച്ചതല്ല. അന്ന് 1000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഒരു സിനിമയിലെ പ്രതിഫലമാണ്. അന്ന് മദ്രാസിൽ വീട്ടിൽ ആർക്കും താല്പര്യമില്ല നമ്മൾ മദ്രാസിൽ പോയി ഇങ്ങനെ സിനിമയുടെ പുറകെ നടക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ കുറവാണ്, ഇല്ലാന്ന് തന്നെ പറയാം. എങ്ങനെ താങ്കളുടെ അച്ഛനെ അനുവദിച്ചു താങ്കളുടെ പിതാവ്? പുള്ളി എന്നോട് പറഞ്ഞു IPS പോകാനാണ്. IPS? അതെ, അതാണ് എന്നോട് പുള്ളി പറഞ്ഞത്. MBA കഴിഞ്ഞിട്ട് IPS കൊടുക്കാനുള്ള പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു, ഫാദറിനോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇത്രയും വർഷം, അതായത് ഞാൻ പൂനെയിലാണ് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത്. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ വോളിബോൾ, അത്ലറ്റിക് ട്രിപ്പിൾ ജമ്പ്, പോൾ വാൾട്ട്, ഇത് ഈ 4x100 മീറ്റേഴ്സ് റിലേ, ദെൻ മാർഷൽ ആർട്സ് എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഒരു 5 മണിക്ക് ഞാൻ കോട്ടി വന്നു കഴിഞ്ഞാൽ കോട്ടയിൽ നിന്ന് കയറുമ്പോൾ 10 മണിയാവും. പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് വീണ്ടും പ്രാക്ടീസും പിന്നെ മാർഷൽ ആർട്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പൂനെ പേപ്പൽ സെമിനാറിൽ. ഒരു ഭയങ്കര ഒരു ഹെക്റ്റിക് ലൈഫായിരുന്നു. അപ്പോൾ ഞാൻ ഫാദറിനോട് പറഞ്ഞു എനിക്ക് കുറച്ചൊരു 1 year ഞാനൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ലെറ്റ് മീ ട്രൈ ഇൻ മൂവീസ്, ഇഫ് ഇറ്റ് ഹാപ്പൻസ് or after 1 year I'll come back. ഒരു വർഷം എനിക്ക് സാവകാശം തരിക. മൂപ്പർ സമ്മതിച്ചു. മനസ്സോടെ സമ്മതിച്ചു. എങ്കിലും സാധാരണ ആ കാലഘട്ടത്തിലെ പിതാക്കന്മാരൊന്നും സമ്മതിക്കത്തില്ല. അദ്ദേഹം എന്തോ താങ്കളോട് വലിയൊരു മഹാമനസ്കത കാണിച്ചു. അതെ, പുള്ളി ഒരു ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ പുള്ളി അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ ഒരു വർഷം താങ്കൾ ഈ അരച്ചിൽ ആരംഭിച്ചു. എത്രാമത്തെ മാസമാണ് താങ്കൾ ഭരതനെ കണ്ടത്? 6th month, 6ാമത്തെ മാസത്തിൽ ഞാൻ ഭരതനെ കണ്ടു. ഭരതനെ എൻ്റെ ചിലമ്പിൽ അഭിനയിക്കുന്നു. അങ്ങനെ ചിലമ്പ് എന്നുള്ള പടത്തിൽ താങ്കൾ തല കാണിക്കുന്നു. ഒരുപക്ഷെ താങ്കളുടെ നാട്ടിൽ നിന്ന് സിനിമയിൽ വന്ന ആദ്യത്തെ ആളായിരിക്കും. അതിനു മുമ്പ് പൊൻകുന്നമർക്കി എന്ന് പറഞ്ഞാൽ വേറെ മേഖലയായിരുന്നു. ആക്ടിങ്ങിൽ ഒരു ചെറുപ്പക്കാരനായ ഒരാള്. അതെ, നാടൊന്ന് ഇളകിയ നാട് തീർച്ചയായിട്ടും ഇളകിയിട്ടുണ്ടാവും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എൻ്റെ ഒരു 1-2 ഫ്രണ്ട്സൊക്കെ ചോദിക്കാണ്. എടാ നിനക്കിട്ട് ഞാൻ ഒറ്റ അടിയാൻ തരും, ഞങ്ങൾ മിമിക്രിയും നാടകമെല്ലാം കളിച്ചു നടന്നിട്ട് ഞങ്ങൾ അഭിനയിച്ചില്ല, നീ ചുമ്മാ വഴി നിന്നിട്ട് പോയി അഭിനയിച്ചിട്ട് വന്നോ. അതെ, കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഒട്ടും ദേഷ്യപ്പെട്ടെന്നോട് ചോദിച്ചു, ഒറ്റ അടിയാൻ തരടാന്ന് പറഞ്ഞു. അങ്ങനെ താങ്കള് മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു. വാരികയിലൊക്കെ വന്നു തുടങ്ങി പടം. അതെ, അത് പിന്നെ നാനയിൽ സ്റ്റിൽ വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് പാച്ചിക്ക കണ്ടു. പാച്ചിക്ക ഉദയ സ്റ്റുഡിയോയിൽ എന്തെന്തോ ഡിസ്കഷൻ നടക്കുമ്പോൾ ഈ സ്റ്റിൽ കണ്ടിട്ട് പാച്ചിക്ക പറഞ്ഞു ഇവനെ ഒന്ന് തപ്പണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദിഖ് ലാലാണ് അന്ന് അവരുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പാച്ചിക്കാരുടെ. അങ്ങനെ ലാല് തപ്പി. കാരണം അന്ന് പൂവിന് പുതിയ പൂന്തലിൻ എന്ന് പറഞ്ഞ പടത്തിൽ അവരൊരു നെഗറ്റീവ് ക്യാരക്ടർ, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ക്യാരക്ടർ, അതിനൊരാളെ തപ്പിക്കൊണ്ടിരിക്കുക, ഒരു പ്രത്യേക ലുക്കൊക്കെ വേണമായിരുന്നു. അങ്ങനെ പാച്ചിക്ക ലാലിനെ മദ്രാസിലേക്ക് പറഞ്ഞു വിടുന്നു. ഭരതേട്ടൻ വഴി എന്നെ കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ പൂവിന് പുതിയ പൂന്തലിന് ഞാൻ ഭരതേട്ടനുമായിട്ടുള്ള ബന്ധം അങ്ങനെ നിലനിന്നല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ ചെയ്യുകയും. അപ്പം ഞാൻ മദ്രാസിലില്ല, ഈ ചിലമ്പ് അഭിനയിച്ചു ഭയങ്കര ഹാപ്പിയാണ്. ഒരു പടത്തിൽ അഭിനയിച്ചല്ലോ. പിന്നെ ഇതൊക്കെ കണ്ടിങ്ങനെ ഓരോ തിയേറ്റർ വഴി സിനിമ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഒരു സെക്കൻഡ് വരട്ടെ. 1999 അവസാനത്തിൽ എനിക്ക് ഒരു മില്ലിനിയം പേഴ്സണാലിറ്റിയുടെ പെയിൻറ്റിങ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. ശരീരം കരുത്തും ആരോഗ്യമുള്ള ഒരു വളരെ ഉയരമുള്ള ഒരു പേഴ്സണാലിറ്റി വേണമെന്ന് ഉദ്ദേശിച്ചപ്പോഴാണ് ബാബുവിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ബാബുവിനോട് റിക്വസ്റ്റ് ചെയ്ത് ഈ പെയിൻറ്റിങ്ങിന് വേണ്ടി മോഡൽ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഈ പെയിൻറ്റിങ്ങിൻ്റെ തീം ക്രൂസിഫിക്ഷൻ ആൻഡ് റിസറക്ഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ രണ്ടും ഒരേ പെയിൻറ്റിങ്ങിൽ തന്നെ കാണിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിഗർ റിസറക്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ മേലോട്ട് പോകുന്ന മാതിരി നിൽക്കുന്ന ഒരു ഫിഗർ, വളരെ നല്ല ബോഡി, കരുത്തുള്ള ബോഡിയുള്ള ഒരു ഫിഗർ കിട്ടണം എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ്. ബാബു വളരെ സന്തോഷത്തോടുകൂടി ഇത് ചെയ്യാൻ ഞാൻ കുറേ സ്കെച്ചസ് ചെയ്ത് ബാബുവിൻ്റെ. അങ്ങനെ സ്റ്റുഡിയോയിൽ വന്ന് പുള്ളിക്കാരൻ പെയിൻറ്റിങ് കണ്ട് എന്നിട്ട് എന്നോട് ജീസസ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇതാണ് പറഞ്ഞത്. എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണത്. ചെറിയ കാര്യമല്ല ബാബു, ജീസസ് ഒക്കെ ആയിട്ട് ജീസസിന് മോഡലാകാൻ കഴിയാന്നുള്ളത്. അതെ, വലിയ അനുഗ്രഹമാണ്. അത് അറിഞ്ഞിട്ടുണ്ടാവോ? അറിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാകും. അപ്പോൾ അതുപോലെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫ്രാൻസിസ് പാപ്പ എന്ന് പറഞ്ഞിട്ട് ക്രൈസ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു പ്രാരംഭ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിലൊക്കെ ഈ ജീസസിനെ കുറിച്ചുള്ളൊരു ടൈപ്പ് ചെയ്തിരിക്കുന്ന ഇതുപോലുള്ള
നീണ്ട മുഖം, പിന്നെ താടി വെക്കുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം. ജൂയിഷ് ലുക്ക് അല്ലേ? അതെ അതെ അതെ. അങ്ങനെ ഭരതൻ്റെ സിനിമയിൽ നിന്നാണ് താങ്കൾ യഥാർത്ഥത്തിൽ പൂർണ്ണ തോതിൽ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത്. പാച്ചിക്കാടി ആ സിനിമ പൂവിന് പുതിയ പൂന്തണ്ടൽ, എനിക്കൊന്നും അത് വലിയ ഒരു ചേഞ്ച് ഉണ്ടാക്കി. അത് മൾട്ടി ലാംഗ്വേജ് ആയിരുന്നു അല്ലേ? അതെ, മൾട്ടി. ആദ്യം പൂവിന് പുതിയ പൂന്തൽ മലയാളമായിരുന്നു. അത് കഴിഞ്ഞ് തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. തമിഴിൽ നിന്ന് തെലുങ്ക്, കന്നഡ, ഹിന്ദി, അങ്ങനെ 5 ഭാഷയിലേക്ക് അത് റീമേക്ക് ചെയ്തു. അപ്പോൾ അതിലെല്ലാം എന്നെ തന്നെ അവർ കാസ്റ്റ് ചെയ്തു, ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ആ പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ ചേഷ്ടകൾ, ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ് ഒക്കെ ബാബുവിൻ്റെ വേണമെന്നുള്ളതുകൊണ്ടായിരിക്കണം അത് ആ ഭാഷകളിലും. അതല്ലെങ്കിൽ സാധാരണ ഒരിക്കലും സംഭവിക്കുന്നില്ല. ശരിക്കും ഇതൊരു എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നൊരു ഒരു വലിയ വേൾഡ് റെക്കോർഡ് തന്നെയാണ്. ഒരേ ക്യാരക്ടർ 5 ഭാഷകളിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ വളരെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണത് എന്നെനിക്ക് തോന്നുന്നു. അതെനിക്ക് മറ്റുള്ള ഭാഷകളിലേക്കുള്ള ഒരു എൻട്രി കൂടിയായി. ഭയങ്കര എൻട്രിയാണ്. ബോളിവുഡൊക്കെ അന്ന് ബോളിവുഡിലേക്ക് ഒരു എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെപ്പോലുള്ള ഒരു സൗത്ത് ഇന്ത്യന് അതൊക്കെ ഒരു വലിയ സംഭവമാണ്. എങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒരു പുതിയൊരു ഭാവുകത്വം സൃഷ്ടിച്ച പടമായിരുന്നു വൈശാലി. തീർച്ചയായിട്ടും. അന്ന് ചെറിയ വയസ്സേ ഉള്ളല്ലേ? പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് 22, 23, 24 അത്രേ ഉള്ളൂ. അത്ര വയസ്സുള്ള അന്ന് അഭിനയിച്ച വേഷത്തിന് ഒരു 55. ഭയങ്കര ചലഞ്ചായിരുന്നു. ഞാൻ ഭരതേട്ടനോട് കെഞ്ചി പറഞ്ഞ, ഭരതേട്ട എന്നെ ഇതിനകത്ത് ഒഴിവാക്കണമെന്ന്. കാരണം ഭരതേട്ടൻ്റെ പേരും പോകും, നമ്മുടെ കരിയർ ഇതോടുകൂടി അവസാനിക്കുമെന്ന് പറഞ്ഞു. ഭരതേട്ടൻ പറഞ്ഞു നീ അങ്ങോട്ട് ചെയ്യടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പഠിച്ചു എടുത്തിടാ വേഷം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത്. അതിനു മുമ്പ് പലരെയും പുള്ളി ട്രൈ ചെയ്തെങ്കിലും ഭരതേട്ടൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്നെ കാണുന്നതിന് 5 വർഷം മുമ്പ് ഭരതേട്ടൻ ഭരതേട്ടൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. വർഷങ്ങളായിട്ട് പുള്ളി മനസ്സിൽ കൊണ്ട് നടന്ന് അതിനിടയ്ക്ക് പല സിനിമകളും ചെയ്ത് ബാക്ക് ഓഫ് ദി മൈൻഡ് ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എന്നെ കാണുന്നതിന് 5 വർഷം മുമ്പേ വരച്ച ചില സ്കെച്ചുകളുണ്ടായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ സ്കെച്ചും എൻ്റെ സ്കെച്ചും ഒന്നാണ്. അതിനകത്ത് ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ല, അതുപോലെ ഒരുപോലെ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അന്ന് എന്നെ ആദ്യം പുള്ളി കണ്ടപ്പം എന്തോ കണ്ടു കിട്ടിയൊരു സന്തോഷം. അതിനുവേണ്ടിയാണ് എന്നെ പുള്ളി ചിലമ്പി കാസ്റ്റ് ചെയ്തതെന്ന് പോലും ഞാൻ ഭരതേട്ടനോട് ഒരു പ്രാവശ്യം ചോദിച്ചു. അത് തന്നെ ആടാന്ന് പറഞ്ഞു. നീ അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വന്നോന്നല്ലെന്ന് എനിക്കറിയാം, നീ ചുമ്മാ 1-2 പടത്തിൽ അഭിനയിച്ചിട്ട് പോകുന്ന ആളാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു പുള്ളിയുടെ ബാക്ക് ഓഫ് ദ മൈൻഡ്. പക്ഷെ അത് കഴിഞ്ഞ് ഈ പടം വന്നപ്പോഴും ഒരുപാട് പേര് എതിര് പറഞ്ഞു. യങ്ങായിട്ടുള്ള ഒരാൾ പ്ലസ് നെഗറ്റീവ് വേഷം ചെയ്ത ഒരു ഇത്രയും മെച്യൂരിറ്റി ഉള്ളൊരു ക്യാരക്ടർ എങ്ങനെ കൊടുക്കും? ഭരതേട്ടന് ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു ചെയ്യുമെന്നാണ്. ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് ഞാൻ അത് ചെയ്തു. ഭരതേട്ടൻ്റെ ഇപ്പോൾ നടക്കാൻ നേരത്തൊക്കെ എന്നോട് ഞാൻ ഈ രാജാവിനെ ഭരതേട്ടൻ ഞാൻ കണ്ടിട്ടില്ല, ഇതെങ്ങനെയാണ് രാജാവ് നടക്കുന്നത്? പുസ്തകത്തിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതുപോലെ രാജാവിന് ഇങ്ങനെ രാജാവായിട്ട് നടക്കാൻ പറ്റില്ല, രാജ്യം മുഴുവൻ പട്ടിണിയാണ്. അപ്പോൾ ആ ദുഃഖം വേണം. അപ്പം നമുക്ക് ആ ദുഃഖം ശരീരത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യണം. എന്നാൽ ദുഃഖം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാനും പാടില്ല. രാജാവായിപ്പോയി. അപ്പം എന്നോട് ഭരതേട്ടൻ പറഞ്ഞു നീ ഒന്നും നടന്ന് കാണിക്കാൻ പറഞ്ഞു 2-3 ടൈപ്പിൽ. അപ്പം ഞാനിങ്ങനെ 2-3 ടൈപ്പിൽ നടന്നു. അതിലൊരു ടൈപ്പ് ഞാനിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടന്നു. നീ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നിന്റെ പുറയിൽ ഒരു വാരി വെച്ച് കെട്ടിയ പോലെ നീ ഓർത്താൽ മതി എന്ന് പറഞ്ഞു. കുനിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നടക്കണമെന്ന് പറഞ്ഞു. നീ അങ്ങ് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ ഒരുപാട് സജഷൻസ് പലരും പറഞ്ഞു. അപ്പം എന്നോട് ഭരതേട്ടൻ പറഞ്ഞു നീ ആര് പറയുന്നതും കേൾക്കണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് വന്ന് പറയും, നീ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അത്ര കോൺഫിഡൻസ്. അങ്ങനെയുടെ സെറ്റിലുള്ള ആ ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് പുള്ളിയുടെ അഭിനയിക്കുന്നത് തന്നെ. ഭയങ്കര ഒരു ലഘുവാണല്ല. ഈ ബാബുവിൻ്റെ ഈ രൂപപരിണാമങ്ങൾ മുഴുവൻ വീട്ടിൽ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു? അപ്പോഴേക്കും പിതാവ് ശ്രദ്ധിച്ചിരുന്നു. ആണോ? എന്തായിരുന്നു മൂപ്പറുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം? പുള്ളി ഹാപ്പി ആയിട്ട്, പുള്ളി വളരെ ഹാപ്പി ആയിരുന്നു. കാരണം വാട്ട് എവർ മൈ അംബിഷൻ ഓർ വാട്ട് ഇറ്റ് വാസ് കമ്മിങ് ട്രൂ. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം പുള്ളിക്കുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മാത്രമല്ല താങ്കൾക്ക് നിന്ന് പിഴയ്ക്കാനുള്ള ഒരു തുക അന്ന് കിട്ടുന്നുണ്ടെന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ടു. പുള്ളി അതും കൂടെ ശ്രദ്ധിക്കും. ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു. അപ്പോൾ ഈ 2 കാര്യം വെച്ച് നോക്കുമ്പോൾ, ഒന്ന് ആവശ്യമായിട്ടുള്ള പ്രശസ്തി കിട്ടുന്നുണ്ട്, 2 ആവശ്യമായിട്ടുള്ള പണം കിട്ടുന്നുണ്ട്. അപ്പം ചെറുക്കം മോശമായിട്ടില്ല. യു ക്യാൻ ബി പ്രൗഡ് ഓഫ് ഹിസ് സൺ. ഇപ്പോൾ ആർക്കെങ്കിലും പറയാം അവൻ നന്നായിട്ടുണ്ട് ആ പടത്തിൽ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അതൊരു എന്താ പറയുക, നാട്ടിൽ വലിയ സ്റ്റാറായി. താങ്കൾ ഈ വോളിബോൾ ഉടായ്പം ചെയ്ത് നടന്ന സ്ഥലങ്ങളിലൊക്കെ താങ്കൾ വലിയൊരു കഥാപാത്രമായിട്ട് ഉരുത്തിരിഞ്ഞു. അതെ, അന്നൊന്നും പോകും വീണ്ടും വോളിബോൾ കളിക്കാൻ, പോകും, കിട്ടുമ്പോഴൊക്കെ പോകും. അപ്പൊ താങ്കളെ അടിച്ചിട്ട് ഔട്ടായാലും അവർ വേണേ പറയും, ഇന്നാന്ന് വേണേ പറയുമായിരുന്നു. അതെ അതെ അല്ലേ, ഒരു സൗകര്യം തന്നിരുന്നു. വരട്ടെ ബാബുവേട്ടന് എനിക്കിപ്പോൾ പറയാനുള്ള എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെറുപ്പത്തിലെ അച്ഛനെ പുള്ളിയും ജയരാജേട്ടനും ബാലു അങ്കിൾ ഫാം കറക്റ്റ് ഇവർ 3 പേര് ലൈക്ക് അവിടെ വരാറുണ്ടായിരുന്നു ചെറുപ്പത്തിലെ. അപ്പോൾ പുള്ളിക്കൊരു ടോൾ ടാക്സ് ഉണ്ടായിരുന്നു എൻ്റെ വക.
ഒരു പാക്കറ്റ് ജെംസ് ഇതൊക്കെ വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കണമായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ അതിനെക്കുറിച്ച് ഫ്യൂ ലൈൻസ് on that. അന്ന് കുടുംബത്തെ ഒരു നിത്യ സാന്നിധ്യമായിരുന്നു. ലളിത ചേച്ചി എനിക്ക് ഒരുപാട് ഭക്ഷണം തന്നിട്ടുണ്ട്. ഭരതേട്ടൻ അവർ വളരെ സത്കാരപ്രിയരായിരുന്നു. അവർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഭക്ഷണം തരും. അന്നൊക്കെ ഭക്ഷണം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ചെന്നൈയിലാണ്, കാര്യമായിട്ട് ഭക്ഷണമൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഭരതേട്ടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ സിദ്ധാർത്ഥനന്ന് കൊച്ചു പയ്യനാണ്. അപ്പം സിദ്ധാർത്ഥനായിട്ട് നമ്മളോട് എപ്പോഴും കളിക്കുകയും ഓടി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൊച്ചു പയ്യനാണ്. അപ്പോൾ അന്ന് അപ്പം ഒരു വളരെ എന്താ പറയുന്നത്, വളരെ ബാല്യത്തിലെ ആ ഒരു ഓർമ്മയാണ് പുള്ളിയുടെ ഇപ്പോഴും. പുള്ളിയായിട്ട് കളിച്ചാണ് ഇപ്പോഴും ആ ഒരു മനസ്സിൽ കിടക്കുന്നത്. അല്ല, ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോലെയല്ല, അന്ന് കുറേ കൂടി ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങളാണ്. തീർച്ചയായിട്ടും. ഇന്ന് വളരെ ടെക്നിക്കലാണ്, യാന്ത്രികമാണ്. ഒരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് അവസാനിച്ചു, പിന്നീട് അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുകയുണ്ടാവും. ആരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അങ്ങനെയുള്ള ഒരു സംഭവം. അന്ന് കുറച്ചുകൂടെ ഒരു സ്നേഹബന്ധം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതെ അതെ. എനിക്കൊന്ന് ബാബുവിൻ്റെ സ്വഭാവത്തിൽ അതൊക്കെ വന്ന് കൂടുകയും പിന്നീട് അതെവിടെയൊക്കെയോ ഇല്ലാതെ പോയപ്പോൾ താങ്കൾക്ക് വലിയൊരു മാനസിക പ്രശ്നമായി മാറുകയും ചെയ്തു. തീർച്ചയായിട്ടും ഒരു ചേഞ്ച് ഓവർ ഒന്ന്, ഈ ഇൻഡസ്ട്രിയുടെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടല്ലോ, ആ ഒരു നമുക്കൊരു എന്താ പറയുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ യു ഹാവ് ടു ഗോ വിത്ത് ദ ഫ്ലോ, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആരെയും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആരെയും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാൻ ഓരോരുത്തർക്കും അവരുടേതായ സ്ട്രാറ്റജി ഉണ്ട്, അവരുടേതായ രീതികളുണ്ട്. അപ്പം നമുക്ക് വി കനോട്ട് ചേഞ്ച് ദം. സോ വി ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. യു ഡു വാട്ട് യു ക്യാൻ, let them do what they want, live and let live.